അത്രയും ബന്ധമുണ്ട്, അത്രയും അടുപ്പമുള്ളതാണെങ്കിൽ ഖുർആൻ 3-ാം അധ്യായം ആൽ ഇംറാൻ 64-ാം വചനത്തിൽ പറയുന്നു, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ സമമായുള്ളൊരു വാക്യത്തിലേക്ക് നിങ്ങൾ വരുവിൻ. അതാണ് ഞാൻ പറയുന്നത്. ഹൃദയവുമായി വളരെ അടുത്തതാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പഴയ നിയമം വായിച്ച ശേഷം ഖുർആൻ വായിച്ചോളൂ. രണ്ടിലും സമമായുള്ളത് അംഗീകരിച്ചോളൂ. നിങ്ങൾ പഴയ നിയമവും പുതിയ നിയമവും ഖുർആനും വായിക്കുമ്പോൾ നമുക്കറിയാം, ഈ വേദങ്ങളിൽ പൊതുവായി വരുന്നത് ദൈവം ഏകനാണ്. അവൻ ആരാധനയ്ക്ക് അർഹനാണ്. അവന് ചിത്രമോ രൂപമോ ഇല്ല. യേശു അലൈഹിസ്സലാം ദൈവമല്ലെന്നും പറയുന്നു. ഇരുവേദങ്ങളും പറയുന്നു അവസാന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന്. സഹോദരി, ഇപ്പോൾ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാണോ? തീർച്ചയായും അതെ. സഹോദരി, ദൈവം ഒന്നേയുള്ളൂ എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതെ, ദൈവം ഒന്നേയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു ദൈവമല്ലെന്നും എന്നാൽ ദൈവദൂതനാണെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതെ, യേശു ഒരു ദൈവദൂതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന പ്രവാചകനാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതെ, മുഹമ്മദ് അവസാന പ്രവാചകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരി, ഇസ്ലാം സ്വീകരിക്കാൻ താങ്കളെ ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ? ക്ഷമിക്കണം സഹോദരി, ഇസ്ലാം സ്വീകരിക്കാൻ താങ്കളെ ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ? ആരും എന്നെ നിർബന്ധിക്കുന്നില്ല. സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഇസ്ലാം സ്വീകരിക്കുന്നത്? അതെ. കാരണം ഒരാളെ മുസ്ലിം ആവാൻ നിർബന്ധിക്കൽ ഇസ്ലാമിൽ നിഷിദ്ധമാണ്. അധിക രാജ്യങ്ങളിലും അത് നിരോധിച്ചിട്ടുണ്ട്. ദുബായിലും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരാളെ മതം സ്വീകരിക്കാൻ നിർബന്ധിക്കൽ നിഷിദ്ധമായതുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഇസ്ലാം സ്വീകരിക്കുന്നത്? സഹോദരി, അതെ, അതുകൊണ്ടാണ് ധാരാളം ചോദിച്ചത്. മാഷാ അല്ലാഹ്. സ്വന്തം ഇഷ്ടപ്രകാരമാണ്. നിങ്ങളെ ആരും പ്രലോഭിപ്പിക്കുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല. ഇന്ത്യയിൽ ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം പോലീസുകാർ CID വന്ന് ജാക്കിർ നായിക്ക് എത്ര ഡോളർ തന്നു എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ അവർക്ക് പരലോകത്തേക്കുള്ള പണമാണ് നൽകുന്നത്. പരലോകത്തേക്കുള്ള പണം സ്വീകരിക്കപ്പെടും ഇൻഷാ അല്ലാഹ്. സഹോദരി, ഞാൻ അറബിയിൽ പറയും, അത് ഏറ്റു പറയും. ശരി. അഷ്ഹദു അഷ്ഹദു അല്ലാഹ് അല്ലാഹ് ഇലാഹ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് വഅഷ്ഹദു വഅഷ്ഹദു അന്ന അന്ന മുഹമ്മദൻ മുഹമ്മദൻ അബ്ദുഹു അബ്ദുഹു വറസൂലുഹു. വറസൂലു. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതായത് ഒരു ദൈവമില്ല, ഒരു ദൈവവുമില്ല, അല്ലാഹു അല്ലാതെ. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതായത് പ്രവാചകൻ മുഹമ്മദ് ദൈവത്തിന്റെ ദൂതനും അല്ലാഹുവിന്റെ അടിമയുമാണ്. മാഷാ അല്ലാഹ്. സഹോദരി, ഇപ്പോൾ നിങ്ങൾ ഒരു മുസ്ലിമാണ്. നിങ്ങളുടെ പരിശ്രമം അല്ലാഹു സ്വീകരിക്കട്ടെ. താങ്കൾക്ക് കൂടുതൽ മാർഗനിർദ്ദേശം നൽകാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ ലോകത്ത് നന്മയുണ്ടാവട്ടെ. പരലോകത്ത് അല്ലാഹു സ്വർഗപ്രവേശനം നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. സഹോദരി.